നമസ്കാരം. ഏതെങ്കിലും ഒന്ന് ഒരൊറ്റ മേഖല കാണിച്ചു തരാൻ പറ്റുമോ ഇരട്ടച്ചങ്കന്റെ ഭരണ പാർട്ടിക്ക്? ഹൈക്കോടതി ഇടപെടാത്ത, ഉളുപ്പില്ലേ എന്ന് ചോദിക്കാത്ത ഏതെങ്കിലും ഒരൊറ്റ മേഖല. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ മുഴുവൻ ദേവസ്വം ബോർഡിന്റെ തലയിൽ കൊണ്ടിട്ട് സഖാക്കളൊക്കെ കൈയൊഴിഞ്ഞു. അന്നും ഈ ദൈവത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു മന്ത്രിയില്ലേ? അദ്ദേഹം എന്താ പള്ളിയുറക്കത്തിലായിരുന്നോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നായി മന്ത്രിയും തന്ത്രിയും ഒക്കെ. ഇപ്പോൾ ശബരിമല ഭരണസമിതിയെ മൊത്തം അടിച്ചിറക്കി ശുദ്ധികലശം നടത്തി. എന്നിട്ടും ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ എന്നതുപോലെ മണ്ഡലകാലം വന്നപ്പോൾ കാര്യങ്ങൾ മൊത്തം തഥൈവ. ശബരിമല തിരക്ക് നിയന്ത്രണത്തിൽ കേരള ഹൈക്കോടതിയുടെ പ്രഹരം പിന്നെയും ദേവസ്വം ബോർഡിന് കിട്ടുമ്പോൾ സർക്കാരും തുല്യ പങ്കാളിയാണ് ഇക്കാര്യത്തിൽ എന്നതാണ് വാസ്തവം. കോർഡിനേഷൻ ഇല്ല, പ്ലാൻ ഇല്ല എന്ന് കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു കഴിഞ്ഞു. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പാളിച്ച മനുഷ്യജീവിതത്തെയും വിശ്വാസത്തെയും എത്രത്തോളം അവമതിക്കുന്നു എന്ന കാര്യം ഇവിടെ ചോദ്യം ഉയർത്തുകയാണ്. കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ പരാമർശം ഒരു കോടതിയുടെ കടുത്ത ശാസനം മാത്രമല്ല, ഇത് സംസ്ഥാന ഭരണം എത്രത്തോളം തകർന്ന നിലയിലാണ് എന്ന് നേരിട്ട് തെളിയിക്കുന്ന ശക്തമായ ഒരു വിധി കൂടിയാണ്. ശബരിമല പോലെയുള്ള ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടിയ തീർത്ഥാടന കേന്ദ്രത്തിൽ വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കു പിടിച്ച അവസ്ഥ, മരണം, അശ്രദ്ധ, പ്ലാനിങ്ങിലെ പരാജയം എന്നിവയ്ക്ക് ഇനി കോടതിക്ക് പോലും സഹനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പരിപൂർണ ഭരണ വൈകല്യം തന്നെയാണ് ഇവിടെയൊക്കെ വ്യക്തമാകുന്നത്. ശബരിമല തീർത്ഥാടനം വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന ഒരു ആഘോഷം മാത്രമല്ല, കേരളത്തിലെ ഭരണം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതൊരു അറിയിപ്പ് ലഭിക്കാത്ത സംഭവവുമല്ല. നീണ്ടു നിൽക്കുന്ന സ്ഥിരതയുള്ള പ്ലാനിംഗ് ആണ് ഇവിടെയൊക്കെ ആവശ്യം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഇതാണ് ചോദ്യം. ഓരോ മണ്ഡലകാലത്തും അതേ തിരക്ക്, അതേ കുഴപ്പങ്ങൾ, അതേ മരണങ്ങൾ. ഇത് തുടർക്കഥയാവുകയാണ്. അതേ തെറ്റായ നിർദ്ദേശങ്ങൾ, അതേ കരുത്തില്ലാത്ത പോലീസ് വിന്യാസം, അതേ ഭരണ പരാധീനത. അതുകൊണ്ടാണ് ഹൈക്കോടതി തുടർന്ന് പറഞ്ഞത് ഇവിടെ ഒരു കോർഡിനേഷനും ഇല്ല, ഒരു പ്ലാനും ഇല്ല എന്ന്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തെ അപമാനിക്കുന്നതിൽ ഏറ്റവും കടുത്ത വാക്കുകൾ ഇവ തന്നെയാണ്. ഒരു സർക്കാർ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു ഉയർന്ന കോടതിക്ക് ഇങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ശബരിമലയിൽ മനുഷ്യജീവ മൂല്യത്തെ സർക്കാരും ദേവസ്വം ബോർഡും എങ്ങനെയാണ് കാണുന്നത്? ഭക്തർ ശബരിമലയിൽ മരിക്കുമ്പോൾ സർക്കാരിന്റെ ഉത്തരം എന്താണ്? കേരളത്തിലൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് ഭക്തർ വരുമ്പോൾ ജനം ജീവനോടെ വീട്ടിലെത്തുമോ എന്ന ആശങ്ക ഇപ്പോൾ ഏറ്റവും വലിയ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തം വഹിക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും എല്ലാം ഒന്നിച്ചു ചേർന്ന് ഉത്തരവാദിത്തം ഒഴിവാക്കി പരസ്പരം പഴിചാരുന്ന അവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലാനിങ്ങിന്റെ പൂർണ്ണമായ തകർച്ചയാണ് ഇതിന്റെ പ്രധാന കാരണം. ഒരു കാർഷിക മേള നടത്തുന്നത് പോലെ അല്ല ഒരു തീർത്ഥാടനം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ശബരിമല തിരക്ക് നിയന്ത്രണം ഒരു സാധാരണ പരിപാടി പോലെ അല്ല. ട്രാഫിക് പ്ലാനിംഗ്, മെഡിക്കൽ സൗകര്യങ്ങൾ, നീണ്ട ക്യൂ മാനേജ്മെന്റ്, പുലർന്നതിന് മുൻപ് പാതകളിലെ സുരക്ഷ, ഓൺലൈൻ ദർശന ടോക്കൺ, ജലം, വൈദ്യുതി എന്നിവയുടെ ആവശ്യകത മനസ്സിലാക്കി അത് എത്തിച്ചു നൽകുന്നത് എന്നിവ എല്ലാം ശാസ്ത്രീയമായി നടത്തേണ്ടതായിരുന്നു. എന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതിൽ സർക്കാർ ഒരു വർഷം മുഴുവൻ എന്താണ് ചെയ്തത്? ഉറങ്ങുകയാണോ സർക്കാർ? അതോ പൊതുജനത്തിനെ കൊല്ലാൻ കൂട്ടുനിൽക്കുകയാണ്? ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഭരണകൂടമാകുമ്പോൾ എവിടെ മന്ത്രി? ദിനം പ്രതി വരുമാനം ശേഖരിക്കുന്നതിൽ മാത്രം താല്പര്യം കാണിക്കുന്ന ഒരു ബോർഡ് എന്ന വിമർശനം വർഷങ്ങളായി ശബരിമല ദേവസ്വം ബോർഡിനെതിരെ ഉയരുകയാണ്. അതിനു പുറമെയാണ് അടിച്ചുമാറ്റിയ സ്വർണത്തിന്റെ പേരിലും ഇപ്പോൾ നാറി നാണം കെട്ട് നിൽക്കുന്നത്. ശബരിമലയുടെ സ്വർണ്ണ പ്ലേറ്റിംഗ് വിവാദം മുതൽ അഴിമതി, പിഴവുകൾ, ടെൻഡറുകളിലെ അനിയന്ത്രിത നടപടികൾ, ബോർഡിന്റെ മറുപടിയും കണക്കുകളും മറച്ചുവെക്കലും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഹൈക്കോടതി പോലും ചോദിച്ചു, ഭക്തരുടെ സുരക്ഷ നിങ്ങളുടെ മുൻഗണനയിൽ ഇല്ലേ എന്ന്, അല്ലെങ്കിൽ പണം ശേഖരിക്കലാണോ നിങ്ങളുടെ മുൻഗണന എന്ന്. ഈ ചോദ്യം ദേവസ്വം ബോർഡിന്റെ വർഷങ്ങളായുള്ള ശൈലിക്ക് നേരിട്ട് ലഭിച്ച ഏറ്റവും വലിയ അടിയാണ്. ഒരു തീർത്ഥാടന കേന്ദ്രത്ത് ജനക്കൂട്ടം നിയന്ത്രിക്കേണ്ടത് ഒരു മെക്കാനിക്കൽ ജോലിയല്ല. പരിശീലനവും നിർദ്ദേശവും കോർഡിനേഷനും റെസ്പോൺസും എല്ലാം സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലാണ്. പോലീസ് ഫോഴ്സിനെ നിങ്ങൾ എത്ര വിനിയോഗിച്ചാലും ശരിയായ നിർദ്ദേശവും ശരിയായ പ്ലാനും ഇല്ലാത്തിടത്ത് അവർക്ക് ഒന്നും ചെയ്യാനാകില്ല. അതാണ് ഇപ്പോൾ ശബരിമലയിൽ സംഭവിക്കുന്നത്. ഭക്തർ സർക്കാരിന്റെ പരീക്ഷണ ശിലകളല്ല. വർഷങ്ങളായി ഭക്തർ സർക്കാരിനെയും ദേവസ്വത്തെയും വിശ്വസിച്ചാണ് മല കയറുന്നത്. എന്നാൽ ജനങ്ങളെ എല്ലായ്പ്പോഴും പരീക്ഷിക്കുന്ന രീതിയിലാക്കിയത് ഈ ഭരണകൂടമാണ്. സുരക്ഷാ സൗകര്യങ്ങൾ നൽകണം, പാതകൾ ശുചിയായി പരിപാലിക്കണം,
നിരക്ക് കൃത്യമായി കണക്കാക്കണം. പോലീസ് വിന്യാസം ശാസ്ത്രീയമാക്കണം. കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഇവയൊന്നും ചെയ്യാതെ പരസ്പരം കുറ്റം പഴിചാരിയും ഉത്തരം മുട്ടിയും ഇരിക്കുന്നത് ഭരണകൂടത്തിന്റെ പിടിപ്പുകേടാണ് എന്ന് പിണറായി സർക്കാർ ഇനിയെങ്കിലും തിരിച്ചറിയണം.